വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കല്യാണിയുടെ സേവ് ദ ഡേറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ചിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഹായാണ്. സ്ഥലത്തെത്തി അളിയും തോന്നുന്ന ഡ്രസ്സൊക്കെ മാറി സെറ്റ് ചെയ്യണേ ഉള്ളൂ. ക്യാമറമാൻ തോന്നിക്കുന്നു. പിന്നെ നമ്മളിനി ഇവിടെ നിന്ന് ലൊക്കേഷനിലോട്ട് പോകും. ഇത് വന്നപ്പോൾ നമ്മൾ ഇവിടെ കണ്ടൊരു സംഭവം. ഓക്കെ, നമ്മളിവിടെ സ്ഥലത്തെത്തി. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു കാഴ്ച കണ്ടത്. നിങ്ങളെ കാണിച്ചിരുന്നത് നെൽപ്പാടം കൃഷി ഉണ്ടോ ഗൈസ്? ഇതെല്ലാം നെല്ലാണ് ഉണ്ടോ, നെൽവയലുകൾ. എവിടെ ആകാശ്? അപ്പോൾ എങ്ങനെയുണ്ടാകാം? കൊള്ളാല്ലേ സംഭവങ്ങൾ. ആൾക്കാരിന്ന് പണിയെടുക്കുന്നു. തമിഴ്നാട്ടിലാണ് ഇത് പൊതുവെ കണ്ടുവരുന്നത്. കേരളം 2-3 പേരൊക്കെ ഉള്ളൂ. അല്ല, ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പശുവുണ്ട്. ആളാ? ഓ, അതാളടാ. ഞാൻ വെച്ചു പശു കണ്ട. ദൂരം നോക്കാൻ പശുവെ പോലെ തോന്നുന്നു, പക്ഷെ അത് ആളാണ് കേട്ടോ. ഇത് നോക്കളേ. സബ്സ്ക്രൈബേഴ്സ് അവിടെ നടന്ന് പോവുകയാണ്. ലൊക്കേഷൻ അവിടെ എവിടെയാണ്. ക്യാമറമാൻ പോകുന്നു. നമുക്ക് നടക്കാം. തൊട്ടേ അവിടെ തുടങ്ങിയാണ് ഈ ഡ്രസ്സ് ഇടേണ്ട കാര്യം. പക്ഷെ ഇതുവരെ ശരിയായില്ലെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാണിച്ചു കിട്ടുന്നു, ഒന്നും പിടികിട്ടുന്നില്ല. ലൊക്കേഷനിലോട്ട് നടന്നു വരികയാണ്. ഓ, ശബ്ദമില്ലാതെ വന്ന വണ്ടിയായിപ്പോയി. അവർ ലൊക്കേഷനിലൊക്കെ മെല്ലെ നടന്നെടുക്കുകയാണ്. ക്യാമറമാൻ സെറ്റ് ചെയ്യാനുള്ളൂ. കാര്യം ഇവിടെ ഫുൾ ചെളിയായതുകൊണ്ട് ഒരു ഷൂ കുരി. ഇപ്പോൾ വീണേണ് കേട്ടോ കല്യാണി. നെൽപ്പാടത്തിൻ്റെ അകത്തായാണ് ഇപ്പം. ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. നമ്മളും നെൽപ്പാടത്തിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഈ യാത്രയെക്കുറിച്ച് അപ്പുന് എന്താണ് പറയുള്ളത്? സേവ് ദ ഡേറ്റ് യാത്ര വേറെ എന്തേലും പറ, കൊള്ളാന്നല്ലാതെ വേറെ എന്തേലും ഒന്ന് മൊഴി. സ്ഥലം അതൊരു രക്ഷയാണ്. സ്ഥലം കൊള്ളാം. സേവ് ദ ഡേറ്റ് അവരെയാണെങ്കിലും എന്താടാ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പെട്ടെന്ന് കാണാത്ത അതിനൊക്കെയാണ് കേട്ടോ. അവർ വീണ്ടും ഇതിന്റെ തൊട്ടപ്പുറത്ത് റോഡ് ഹൈവേ ആണ്. നിങ്ങൾക്ക് ആർക്കും വിശ്വാസം കഴിയില്ല. അവർ വീണ്ടും ആക്ഷൻ കട്ട് വീശി നടന്നേടാ. ഓക്കെ, അങ്ങനെ ചേട്ടനെ നോക്കിയേ. ഓക്കെ, നടന്നു. മിക്കവാറും വീഴാതെ നടന്നാൽ മതി എന്നാണ് ഇറങ്ങിയത്. കളിയോടെ ക്യാമറ നിൽക്കുന്നു കല്യാണി. ഒരു സൈഡ് ഒരു ലൊക്കേഷൻ കഴിഞ്ഞു. അടുത്ത ലൊക്കേഷൻ വന്ന് വീണ്ടും ഫോട്ടോഷൂട്ട് ആരംഭിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും റെസ്റ്റ് എടുത്തിട്ട് നിൽക്കാൻ കേട്ടോ. ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള പയ്യൻ. അടുത്ത സ്റ്റിൽ പൂ തലയിൽ കൂടി എടുക്കുക എന്നതാണ് ഇനി അടുത്തൊരു സംഭവം. ക്യാമറ പറഞ്ഞു കൊടുക്കുന്നു, അനിയും കേൾക്കുന്നു, അവിടെ ആൾ നിൽക്കുന്നു. ഭയങ്കര ക്രിഞ്ചാണ് ഗൈസ്. അപ്പൂന് ക്രഷ് അടിച്ചത്. ഒരു പ്രാവശ്യം വീട്ടിന് പൂവൊക്കെ അവർ വീണ്ടും പറക്കിയെടുക്കുന്നു. ഫ്രെയിം സെറ്റായില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും. അതോടുകൂടി ഇന്നത്തെ സേവ് ദ ഡേറ്റ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ബാക്കി വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. അപ്പോൾ ബൈ പറയാം.